അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അൻകാനുള്ള സുബ്ഹാനല്ലാഹ്. ഒരു അടിമ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്ക്ക് പകരം അല്ലാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നും സുബ്ഹാനല്ലാഹ് പറഞ്ഞ അടിമ ഉടനെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പക്ഷി ഒരു കുളത്തിലേക്ക് ഇറങ്ങുമെന്നും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട താമസം ആ പക്ഷി കുളത്തിൽ നിന്ന് മേലോട്ട് ഉയർന്ന് അതിന്റെ രണ്ട് ചിറകുകളും ഇങ്ങനെ അടിച്ചു വീശുമെന്നും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ചിറകിൽ നിന്ന് ഉറ്റി വീണ ഓരോ തുള്ളി വെള്ളത്തിലേക്ക് പകരം അല്ലാഹു മാലാഖമാരെ സൃഷ്ടിക്കുമെന്നും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയേണ്ട താമസം ആ പക്ഷിയുടെ ചിറകിൽ നിന്ന് ഉറ്റി വീണ ഓരോ തുള്ളി വെള്ളത്തിന് പകരം അല്ലാഹു സൃഷ്ടിച്ച മലക്കുകൾ മുഴുവനും ഇത് പറഞ്ഞവർക്ക് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അന്ത്യനാൾ വരെ പൊറുക്കലിനെ തേടുമെന്നും ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റിനെ പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു പാപമോചനത്തിന് അത് കാരണമാക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവരുടെ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ആമീൻ.